എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇവിടെ മഴ നല്ല തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ മഴയൊക്കെ എങ്ങനെയാണ്? നല്ല ഉഷാറായിട്ട് കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ഇന്നത്തെ വീഡിയോയിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരത്തിൻ്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് ടൈമും കുറച്ച് കലാപരിപാടികൾ അടുത്തൊരു ദിവസം മോർണിംഗ് നല്ല സിമ്പിളാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ജഗബോഗ്യൊന്നും ഇല്ലാണ്ട് റിലാക്സിങ് ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെക്കുന്ന പ്രിപ്പറേഷൻസും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിന്, പണ്ടത്തെ വീഡിയോസാണ് അബീൻ്റെ പ്ലാനും പ്രിപ്പൊക്കെ ചെയ്യുന്ന വീഡിയോസാണ് കാണാൻ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല. അപ്പോൾ എന്നാലും നല്ല ഉഷാറായിട്ടുള്ള ഒരു ഈവനിങ് വീഡിയോ തന്നെ ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റീവ് വീഡിയോ തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. മക്കളെ ഒച്ചയൊന്നും കേൾക്കാണ്ടായാലൊന്ന് ചെന്ന് നോക്കിയതാണ് കേട്ടോ. ഒച്ച കേൾക്കാണ്ടായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇടങ്ങേറുള്ള പരിപാടി ഒപ്പിക്കലാണ് ഇവരെ പരിപാടി. അപ്പം ഞാനൊന്ന് ചെന്ന് നോക്കിയ സമയത്ത് ക്യാരംസ് ഒക്കെ എടുത്ത് പുറത്തിട്ടിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഇവരെ കളി. അങ്ങനെ അത് നന്ദൂട്ടനെ വിളിച്ചു കൊണ്ടുവന്ന് അത് എടുത്ത് വെപ്പിച്ച്, ഇതിപ്പോൾ ഇന്ന് ഞാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളൊക്കെ അതൊരു പണിയാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് ഓനെ കളിക്കുന്നിടത്ത് ഷട്ടിൽ കളിക്കാൻ പോയതാണ്, ഇതും അവിടെ ഇട്ടേച്ചിട്ട്. അപ്പോൾ ഓനെ വിളിച്ചിട്ട് അത് എടുത്ത് വെപ്പിച്ചതിന് ശേഷമാണ് പിന്നെ പറഞ്ഞയച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മേലെ ഞാൻ മുരിങ്ങ രാവിലെ കയറിയ സമയത്ത് ആറിടാൻ കയറിയ സമയത്ത് കണ്ടിട്ടോ മുരിങ്ങേൻ്റെ ഇത് ഏടത്തിയമ്മേൻ്റെ അവിടുത്തെ കൊമ്പാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് ചാഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മളെ ടെറസിൻ്റെ അങ്ങോട്ട്. അപ്പം നല്ല മുരിങ്ങേൻ്റെ അല്ല. അപ്പം ഞാനത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രാവിലെ പിന്നെ ആറിടുന്ന തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനത് പൊട്ടിക്കാനും വിട്ടു അതിന്. അപ്പം മഴക്കാർ നല്ലോണം വരുന്ന കണ്ടപ്പം മുരിങ്ങൻ്റെ പറിച്ചുണ്ടാരാന്ന് വിചാരിച്ചിട്ട് വേഗം ടെറസിൻ്റെ മുകളിൽ കയറി അതൊക്കെ ഒന്ന് പറിച്ച്. അപ്പോഴത്തേക്ക് ഇതാ മഴ നല്ല പൊരിഞ്ഞ മഴ എന്ന് പറയല്ലോ, അങ്ങനത്തെ നല്ല അടിപൊളി ഒരു മഴ കൊണ്ട് പെയ്ത്. സന്ധ്യക്ക് കളിയൊക്കെ കഴിഞ്ഞ് മേലെ കാണാൻ പോണതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പേ നന്ദൂട്ടിന് ഇതുപോലെ ഇപ്പോൾ എക്സസൈസ് ചെയ്യണുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് ഇപ്പോൾ 2 ദിവസത്തേക്കുള്ള ഒരു മിനുക്ക് പണിയേ ഉണ്ടാവുള്ളൂ എന്ന് കേട്ടോ. പക്ഷേ മൂപ്പരിപ്പോൾ 2-3 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഒന്നാമത് ടീനേജിലേക്ക് കടക്കുന്ന ആ ഒരു പ്രായമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ശരീരം നോക്കണം അങ്ങനത്തെയൊക്കെ ഒരു ചിന്ത വരുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് നന്ദൂട്ടിൻ്റെ ശിഖമോളൊക്കെ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ മേലെഴുകലൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാനിതാ ഒരു സ്പോൺസർഷിപ്പിൽ കിട്ടിയതാണ് കേട്ടോ. നമ്മളെ ഫോക്ടെയിലിൻ്റെ 2 ക്രീം, ഒന്ന് മാസ്കാണ്, ഒന്ന് വൈറ്റമിൻ സിൻ്റെ ഒരു സിറാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടുമൊക്കെ കിട്ടിയപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ എനിക്ക് നിങ്ങളോട് അതിൻ്റെ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ സംഗതി ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ചെയ്ത് നോക്കണം. അപ്പോൾ രാത്രിത്തെ ഈ ഒരു മാസ്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. പക്ഷേ വൈറ്റമിൻ സി എനിക്ക് അത്ര അങ്ങോട്ട് എന്താ പറയുക, എൻ്റെ സ്കിന്നിന് അങ്ങോട്ട് സ്യൂട്ടാവാത്ത പോലെ തോന്നിട്ടോ. കുരുക്കളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മാസ്ക് ഇട്ടതിന് ശേഷം ഒരു ഗ്ലോ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനത് നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നമുക്ക് വൈകുന്നേരത്തെ ചായ പരിപാടി നോക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് സേമിയോടെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഓഡിയോ ബുക്ക് ഇപ്പം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു ഓഡിയോ ബുക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 9ാമത്തെ അധ്യായമാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അധ്യായം 9 തുടക്കമിടുന്നു. സമ്പത്തുണ്ടാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അനായാസമായിരുന്നു. അപ്പോൾ ഇതേപോലെ ഓഡിയോ ബുക്കോ അല്ലെങ്കിൽ പോഡ്കാസ്റ്റോ ഇങ്ങനെയൊക്കെ കേട്ട് പണിയെടുക്കാൻ ഇഷ്ടമുള്ള എത്ര ആൾക്കാരുണ്ട്? കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ അതുപോലെ നിങ്ങൾ കേട്ട ഓഡിയോ ബുക്സിൽ ഏതാണ് നല്ല ഓഡിയോ ബുക്സ്, അതും കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഈ ബുക്ക് ഇങ്ങനെ എടുത്ത് വായിക്കുക എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴേ ഓർക്ക് വരും. പക്ഷേ എനിക്കിങ്ങനെ ഇതുപോലെ ഓഡിയോ ബുക്സ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ പരിപാടി ചായ പരിപാടി ഇങ്ങനെ അതിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സേമിയോട ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ സേമിയോട സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും നിങ്ങളെല്ലാവരും, പക്ഷേ മറന്നു പോയിട്ടുണ്ടാവും. ചില റെസിപ്പീസൊക്കെ നമ്മളെ മൈൻഡിൽ നിന്ന് വിട്ടുപോകില്ലേ. അപ്പോൾ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഇതുപോലെ സന്ധ്യയ്ക്ക് ചായക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ. ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ സേമിയോ ആദ്യം ഒന്ന് വേവിച്ചെടുക്കും. കുറച്ചുപ്പും വെള്ളത്തിൽ കുറച്ചൊരു ഓയിലും ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അങ്ങനെ അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് വെള്ളത്തിൽ നമ്മളെ സാധാ നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഊറ്റി അവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് പഴവും നെയ്യിൽ നമുക്ക് പഴവും പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ അതൊന്നും ഇല്ല, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇല്ലേനുണ്ട്. അപ്പോൾ ഞാൻ പഴം ചെറുതായിട്ട് മുറിച്ചതും പിന്നെ കുറച്ച് ഒരു പിടി തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക.
പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ആ ഒരു പഴം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ആ ഒരു കൂട്ട് റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച സേമിയയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഇലയിലേക്ക് വാഴേൻ്റെ ഇലയിൽ ഇങ്ങനെ തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അടാന്നുള്ളത് നമുക്ക് ആ ഒരു വാഴേൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് ആ ഒരു ഇലേൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി അതിലേക്ക് വരുമ്പോഴാണല്ലോ ഒരു അട നമ്മൾ പറയാം. അപ്പോൾ അതുപോലെ ഈ ഒരു കൂട്ട് ഇങ്ങനെ തന്നെ സ്പൂൺ വെച്ച് കഴിച്ചാലും ടേസ്റ്റിൽ വലിയൊരു വ്യത്യാസമൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ അടാന്നുള്ള ഒരു രീതിയിലേക്ക് ഒന്ന് സ്റ്റീം ചെയ്ത്, ഇപ്പോൾ ഇതൊക്കെ വെന്ത സംഗതിയാണല്ലോ, എന്നാലും ഒന്നുകൂടി സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഇലേൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി നമ്മൾ ആ ഒരു ഇതിലേക്ക് സേമിയ അടയിലേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇലയിൽ ഇതുപോലെ സേമിയ ഈ ഒരു കൂട്ട് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ പരത്തി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ, ആവിയിലൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഗതി സെറ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഉണ്ടാക്കലില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മളെ ബൈൻഡറിനെ പറ്റി പറഞ്ഞ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സമയത്ത് 2-3 സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറഞ്ഞു കേട്ടോ, ഈ ബൈൻഡറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുക, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, നമ്മൾ ബൈൻഡർ പണ്ട് നമ്മൾ കാണിച്ച അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഡേ ഇൻ മൈ ലൈഫിലായിട്ട് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 20-ാം തീയതിയാണ്. 20-ാം തീയതിത്തെ ക്ലീനിങ് വരുന്നത് വാട്ടർ ടാങ്ക് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നന്ദൂട്ടിനെ ഏൽപ്പിച്ച പരിപാടി. അപ്പോൾ എല്ലാ മാസവും ഒന്നും ഇപ്പോൾ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യലില്ല കേട്ടോ. 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസമൊക്കെ ആകുമ്പോഴാണ് ടാങ്ക് ക്ലീൻ ചെയ്യൽ. പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ വിളക്ക് വെക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശിഖമോളും നന്ദൂട്ടനും എല്ലാവരും മേലെഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സന്ധ്യാസമയത്ത് കുറച്ച് നേരം നാമജപം ഇങ്ങനെ TV-യിൽ പ്ലേ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ മുത്തപ്പൻ്റെ നല്ല അടിപൊളി കേട്ടോ. എനിക്ക് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ, സന്ധ്യാനാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കണം. അപ്പോൾ ഈ മുത്തപ്പൻ്റെ പാട്ട് ഇപ്പം റീസെൻ്റ്ലി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് പ്ലേ ചെയ്തത്. അങ്ങനെ ഞങ്ങളിതാ വിളക്ക് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ചന്ദനത്തിരി കൂടി കത്തിച്ച് അതിൻ്റെ ആ ഒരു മണം കൂടി കിട്ടുമ്പോഴാണ് ആ വിളക്ക് കത്തിച്ചത് അങ്ങോട്ട് പൂർത്തിയാവാന്ന് അറിയില്ല, അങ്ങനെയുള്ള ഒരു ഫീല് തോന്നൽ കേട്ടോ. ആ ഒരു മണം കൂടി വരണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു വീട് മൊത്തത്തിൽ ആ ഒരു മണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ലൊരു ഫീലാണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇതുപോലെ ചന്ദനത്തിരി, അതുപോലെ തന്നെ സാമ്പ്രാണി പുകയ്ക്കുക. പണ്ട് എനിക്ക് ഈ സാമ്പ്രാണി പുകയ്ക്കണ പരിപാടി ഭയങ്കര എന്താ പറയുക അഡിക്റ്റായി പോകുന്നറിയില്ല, അതുപോലത്തെ കാര്യമായിട്ട് കേട്ടോ. പിന്നെ ഏട്ടൻ അത് പറഞ്ഞിട്ട് ഇങ്ങനെ പുക ഇങ്ങനെ വല്ലാണ്ട് ശ്വസിക്കണത് നല്ലതല്ല എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അത് മാറ്റിയടിപ്പിച്ചതാണ്. ചന്ദനത്തിരി ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും ഞാൻ കുത്തിവെക്കലാണ് എൻ്റെ പരിപാടി. എന്നിട്ട് ഏട്ടന് ഈ പുറത്ത് പോയവർക്കാണല്ലോ പെട്ടെന്ന് അത് മനസ്സിലാവാം. വാതിൽ തുറന്നും കൊണ്ട് കയറുമ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ ചന്ദനത്തിരീൻ്റെ മണമായിരിക്കും. അതും ഓരോരോ ഫ്ലേവർ ഓരോരോ റൂമിൽ കത്തിച്ച് വെക്കുക എന്നുള്ളതാണ് എൻ്റെ പണ്ടത്തെ ഹോബി. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പം ഇതുപോലെ സന്ധ്യാനാമത്തിൻ്റെ സമയത്തോ ചിലപ്പോൾ രാവിലെ ആ ഒരു സമയത്ത് അടുക്കളയിൽ മാത്രമായിട്ട് എന്തെങ്കിലും സാമ്പ്രാണിക്ക് കത്തിച്ച് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സന്ധ്യക്കുള്ള പരിപാടികളൊക്കെ ഏകദേശം അങ്ങോട്ട് കഴിയാനായി. ഇനിയിപ്പോൾ രാത്രിത്തേക്കുള്ള കാര്യങ്ങൾക്ക് രാത്രിത്തേക്ക് ഇപ്പം മമ്പയറോ കടലയോ ചെറുപയറോ അല്ലെങ്കിൽ കപ്പയോ കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുഴുക്ക് പോലെ ആക്കലുണ്ട് കേട്ടോ. അത് ചിലപ്പം ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കും. ചോറിങ്ങനെ ഞാൻ കറക്റ്റായിട്ട് രാത്രിത്തേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കലില്ല. അപ്പോൾ ചോറ് കുറച്ച് കുറവായിരിക്കും എന്തായാലും. അപ്പോൾ ചോറ് ആവശ്യമുള്ളവർക്ക് മാത്രം കഴിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ പുഴുക്ക് മാത്രമായിട്ട് കഴിക്കും. ചിലപ്പോൾ അതിൻ്റെ കൂടെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് മമ്പയറിൻ്റെ പുഴുക്കാണ് ഉണ്ടാക്കണത്. ഒന്നുമില്ല, മമ്പയറും അതുപോലെ തന്നെ എരിവിന് പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഉള്ളി മുറിച്ചിടുക. അതിൻ്റെ അതിലേക്ക് ചിലപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടലുണ്ട് കേട്ടോ. വറുത്തിടുന്ന സമയത്ത് വെളുത്തുള്ളി ഒന്ന് കുത്തിച്ചതച്ചിട്ട് അതും കൂടി ഇട്ടിട്ടാണ് വറുത്തിടൽ. അപ്പോൾ ഇന്നിപ്പോൾ സിമ്പിളായിട്ട് ഇതാ കുക്കറിലേക്ക് അതൊക്കെ മുറിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചതാണ്. പിന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമ്മളെ കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രീ പ്ലാൻ ചെയ്ത് വെക്കുക, ഒന്ന് പ്രിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ തലേന്ന് ഇന്നലെ റെഡിയാക്കി വെച്ചതേനെ കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഇതാ സേമിയയുടെയൊക്കെ റെഡിയാക്കി മമ്പയർ അടുപ്പത്തുണ്ട്. പിന്നെ ശിഖമോള ഡിറ്റേഷൻ്റെത് എഴുതി വെച്ചതാണ് കേട്ടോ, ഇങ്ങോട്ട് താഴേക്കുള്ളതൊക്കെ.
ഓള് ചെറുതായിട്ട് നമ്മളെ ബോർഡ് ഹൈജാക്ക് ചെയ്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇതിലൊന്ന് പ്രീ പ്ലാൻ ആക്കിയിട്ട് ഒന്ന് എഴുതി വെക്കണം. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ സ്നാക്സിൻ്റെയും ഡിന്നറിൻ്റെ ഞാൻ എഴുതി വെക്കലുണ്ട്. സ്നാക്സിൻ്റെ ഞാൻ പിന്നെ ആ ഒരു സമയത്ത് നോക്കിയിട്ട് അത്യാവശ്യം നമ്മളെ കയ്യിൽ ഈ ബ്രെഡായിട്ട് അതുപോലെ തന്നെ അവിലായിട്ടൊക്കെ ഉണ്ടാവും നമ്മളെ കയ്യിൽ. അപ്പോൾ അതല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇതുപോലെ ആ ഉച്ച സമയത്ത് യൂട്യൂബിൽ നിന്ന് തപ്പിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് ഇനിയിപ്പോൾ നെയ്പ്പത്തലും കടലക്കറി ആക്കാമെന്നാട്ടോ ഞാൻ വിചാരിക്കണത്. ഇന്ന് രാവിലെയും കടലക്കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ കടല കുറച്ച് കുതിർത്തത് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നാളത്തേക്കും കൂടി നെയ്പ്പത്തലും കടലക്കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നെയ്പ്പത്തലും കടലക്കറിയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ഉച്ചക്കത്തേക്ക് പപ്പടം ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മീൻ ഒക്കെ തേച്ചൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. നാളത്തേക്ക് മീൻ ഫ്രൈ ചെയ്യണം. പിന്നെ ചക്കക്കുരുവിൻ്റെ കറി വെക്കാം. പിന്നെ അതുപോലെ നമ്മൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ പറിച്ചല്ലോ, അപ്പോൾ അതൊന്ന് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് നല്ല മുരിങ്ങൻ്റെ ഇലേൻ്റെ ഉപ്പേരിയും കൂടി ആക്കി കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ചോറിൻ്റെ പരിപാടി ഏകദേശം അങ്ങോട്ട് റെഡിയായി. പിന്നെ നാളെ വൈകുന്നേരം സ്നാക്സിന് എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉച്ചയ്ക്ക് ഇരുന്നിട്ടൊന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് കിട്ടും. പിന്നെ പഴമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ പഴം നമുക്ക് വാട്ടിക്കൊടുക്കാം. പിന്നെ നമുക്ക് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് കടല ഫ്രൈയും പുട്ട് ഞാൻ ബ്രാക്കറ്റിൽ ചെയ്തെന്ന് വെച്ചാൽ ചിലപ്പം ചോറുണ്ടാവും, അല്ലെങ്കിൽ ഈ കടല ഫ്രൈ ഉള്ള സമയത്ത് എന്തായാലും ഒരു കഷ്ണം പുട്ടുണ്ടോയെന്ന് ചോദിക്കും. ചൂടോടുള്ള ആ ഒരു കഷ്ണം പുട്ടും കടല ഫ്രൈയും കൂടി അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെ നോക്കിയിട്ട് നമ്മളെ കയ്യിലില്ലാത്ത സാധനങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഉള്ളിയൊന്നുമില്ല, അതൊക്കെ തീർന്നിട്ടാണുള്ളത്. പിന്നെ പഞ്ചസാരയും തീരാനായി. അപ്പോൾ അതൊന്ന് ആ 3 സാധനങ്ങളൊന്ന് വാങ്ങണം. അപ്പോൾ അത് രാത്രി ഏട്ടൻ വിളിക്കുന്ന സമയത്ത് ഏട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഇവിടെ എത്തും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെച്ച് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പും ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നാളത്തെ ദിവസം ജിങ്കാലാല എന്ന് പറഞ്ഞ പോലെ നാളത്തെ ദിവസം സിമ്പിളാണ്. നമുക്ക് ഈസി ആയിട്ട് അടുക്കളയിലുള്ള പണികളൊക്കെ വേഗം ചെയ്തിട്ട് വേഗം അടുക്കള അടച്ച് പൂട്ടാം. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള പ്രീ പ്ലാനിങ്ങിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പം അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം അല്ലേ. തലേന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിലൊന്നാമത്തേത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം. നാളെ നെയ്പ്പത്തലും കടലക്കറിയാണ്. അപ്പോൾ അതിൽ കടല വെള്ളത്തിലിട്ട് വെക്കുക. പിന്നെ നെയ്പ്പത്തലിനുള്ള മാവ് ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ നെയ്പ്പത്തലിൻ്റെ മാവ് ഞാൻ മുന്നത്തെ വ്ളോഗിലും കാര്യങ്ങളിലൊക്കെ നെയ്പ്പത്തൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ കാണിച്ചിന് കേട്ടോ. അപ്പോൾ അരി വെച്ചിട്ട് കുതിർത്ത് ഞാൻ രാവിലെ കുതിർത്ത് വെച്ചതേനെ കേട്ടോ. അപ്പോൾ ആ കുതിർത്ത് വെച്ച അരി ഒന്ന് കഴുകിയിട്ട് ഊറ്റി വെച്ചിക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് അരി ആദ്യം കുറച്ചൊന്ന് എടുത്തിട്ട് പകുതി എടുത്തിട്ട് ഒന്ന് പൊടിയാക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ ഈ തേങ്ങ ചെറിയതും അതിലേക്ക് ചെറിയുള്ളിയും പിന്നെ കുറച്ച് നല്ല ജീരകം ഉണ്ടാവില്ല, നമ്മളെ ചെറിയ ജീരകം, അതും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചും കൂടി ചേർക്കുക. എന്നിട്ട് ആ ഒരു പരത്തേണ്ട ആ ഒരു കൺസിസ്റ്റൻസി ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ചില ആൾക്കാർക്ക് മൈദപ്പൊടി ഉപയോഗിക്കാണ്ട് തന്നെ നല്ലോണം പൊങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നെയ്പ്പത്തിൽ. അപ്പോൾ എനിക്ക് തീരെ ശരിയാവില്ല, കുറച്ച് മൈദ ചേർത്താൽ മാത്രമേ ശരിയായി കിട്ടലുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നെയ്പ്പത്തലിൻ്റെ മാവ് സെറ്റായി. അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിന്നെ നാളെ രാവിലെ അതും കൂടെ എടുത്ത് വെക്കുക, പുറത്തേക്ക് എടുത്ത് വെക്കുക. ഒന്ന് തണുപ്പ് മാറിക്കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി നല്ല സൂപ്പർ നെയ്പ്പത്തിൽ കിട്ടും. പിന്നെ നമ്മളെ കടലൊന്ന് കുതിർത്ത് കഴിഞ്ഞാൽ കടലക്കറിക്ക് വേണമെങ്കിൽ അരിഞ്ഞ് വെക്കട്ടോ, വേണമെങ്കിൽ ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെക്കാം. അപ്പം ഞാൻ അത് ഇന്ന് ചെയ്യുന്നില്ല. അപ്പോൾ കടല കുതിർത്തും വെക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടി. അപ്പോൾ അതിലേക്കുള്ള ചെറിയുള്ളി ഉണ്ടാവില്ല, നെയ്പ്പത്തിൽ അരയ്ക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളീൻ്റെ ടേസ്റ്റ്, ചെറിയുള്ളി കുറച്ച് അധികം ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അധികം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അധികമല്ല. അപ്പോൾ പിന്നെ ആ ഒരു ചെറിയുള്ളീൻ്റെ ആ ഒരു കുത്തൽ വരും. അതല്ലാണ്ട് ചെറിയുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെറിയുള്ളി കുറച്ചൊന്ന് നന്നാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനിരുന്നതാണ്. അപ്പോൾ നമ്മൾ മമ്പയർ റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് അടുക്കളയിൽ രാത്രിത്തേക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ചെറിയുള്ളിയൊക്കെ നന്നാക്കട്ടെ. പിന്നെ നന്ദൂട്ടന് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ വേണമെന്നും പറഞ്ഞിട്ട് എന്തോ ക്ലാസ് കാണാനാണെന്ന് പറഞ്ഞാൽ സൈലത്തിൻ്റെ ക്ലാസ്സാണ് കേട്ടോ കാണൽ. എക്സാമിനറിൻ്റെ സൈലത്തിന് ഇങ്ങനെ മാറി മാറി കാണും. നല്ല ക്ലാസ്സാണല്ലോ, അടിപൊളി ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഫോൺ കൊണ്ടുപോയി. ആ സമയം കൊണ്ടാണ് നമ്മളെ ഈ നെയ്പ്പത്തലിൻ്റെ മാവൊക്കെ റെഡിയാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. കുറച്ച് തേങ്ങ ചെറിയതും കൂടി ബാക്കിയുണ്ട്.
അപ്പോൾ ഇപ്പം അത് മതി തൽക്കാലത്തേക്ക്, നാളത്തേക്കുള്ള തേങ്ങ ചിരകിയത് ഇത് മതി. പിന്നെ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 2 ദിവസത്തേക്കുള്ള ഞാൻ തേങ്ങ ചിരകി അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യാം. ഇതിപ്പോൾ തേങ്ങ അരച്ചതാണ്. തേങ്ങ അരച്ചത് ഇതുപോലെ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണം. കുറേ നേരം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ചത് വേഗം കേടായി പോവും. അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ ഇതുപോലെ അരച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ചെറിയ ചെറിയ ഇതുപോലെ പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലുള്ളത് തീർന്നു കഴിഞ്ഞിട്ട് അടുത്ത പാത്രത്തിൽ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ തേങ്ങ അരച്ചതും ഉണ്ട്, നമ്മളെ കയ്യിൽ തേങ്ങ ചെറിയതും ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ പണികളും ഒരൊറ്റ നിപ്പിന് നിന്ന് തീർക്കല്ല കേട്ടോ. ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ നാളെ എണീറ്റ് ചെയ്താൽ പോരേന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഓരോ എന്തെങ്കിലും ഒന്ന് പണി ചെയ്ത് കൂട്ടത്തിലാണ് ഇതൊക്കെ ചെയ്ത് തീർക്കുന്നത്. ഇപ്പോൾ മുരിങ്ങൻ്റെ ഇല നന്നാക്കണതൊക്കെ ഇപ്പോൾ നമ്മൾ TV കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ മക്കളെ പഠിപ്പിക്കാനിരുത്തുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണികളുണ്ടാവും, ചെയ്ത് വെക്കാൻ പറ്റുന്ന പണികളുണ്ടാവും. പിന്നെ മമ്പയർ അടുപ്പത്ത് വെച്ച സമയത്താണ് ഞാൻ മാവൊക്കെ റെഡിയാക്കി, നാളത്തേക്കുള്ള നെയ്പ്പത്തലിൻ്റെ മാവൊക്കെ റെഡിയാക്കി, ചെറുള്ളിയൊക്കെ നന്നാക്കി മാവൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ അങ്ങനെ വേറെ എന്തെങ്കിലും പണി ചെയ്യണ കൂട്ടത്തിൽ നമ്മൾ അവിടെ അങ്ങനെ നിൽക്കുന്നതിന് പകരം നാളത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ നമുക്ക് റിലാക്സ് ആയിട്ട് ആ ഒരു ദിവസം തുടങ്ങാൻ പറ്റും. അപ്പം രാവിലത്തെ ആ ഒരു തുടക്കം നന്നായാലും നമ്മൾ ആ ഒരു ദിവസം മൊത്തത്തിൽ നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നുള്ളതാണ്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ എല്ലാം ഒരു തട്ടിക്കൂട്ട് പോലെയാക്കും. ഇതുപോലെ പ്രീപ്രിപ്പ് ഒന്നും ചെയ്യാത്ത മടി പിടിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കുക്കിംഗ് മഹാ ബോറായിരിക്കും, ഫുൾ തട്ടിക്കൂട്ട് പരിപാടിയായിരിക്കും. അപ്പം അങ്ങനെ ചെയ്യാണ്ടിരിക്കാനും കൂടി വേണ്ടിയിട്ട് പിന്നെ അതുപോലെ കുക്ക് ചെയ്യണ സമയത്ത് എന്തെങ്കിലും സംഗതികൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അയ്യോ അത് തീർന്നു പോയല്ലോ, ഇത് തീർന്നു പോയല്ലോ, ഇതിൻ്റെ അടുത്ത് ഇല്ലല്ലോ എന്നുള്ളത് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതുപോലെ പ്രീപ്രിപ്പ് ചെയ്ത് വെക്കണ സമയത്ത് വരലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നാളത്തേക്ക് നമുക്ക് ഉപ്പേരിക്കുള്ള മുരിങ്ങൻ്റെ ഇലയൊക്കെ നന്നാക്കി വെച്ച് ഇതിങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നാളെ ആ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് നല്ലോണം ഇലയൊക്കെ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരു വറവ് ഇട്ട് അതിലേക്ക് ആ ഒരു മുരിങ്ങൻ്റെ ഇല ഇട്ട് കുറച്ച് നമ്മൾ തേങ്ങ ചിരകി വെച്ചതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പേരി നാളത്തേക്കുള്ളത് റെഡി ആയില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ തലേന്ന് ചെയ്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കുക. അങ്ങനെ ഒരു 1-2 ആഴ്ചകൾ ചെയ്ത് നോക്ക്. നമുക്ക് ഈസി ആയിട്ട് രാവിലത്തെ ആ ഒരു ജഗപൊഗയൊന്നും ഇല്ലാണ്ട് നമുക്ക് കുക്കിങ്ങും അതുപോലെ തന്നെ അടുക്കള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാളത്തേക്കുള്ള കടലയൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ മമ്പയറൊക്കെ റെഡിയായി. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി കൊണ്ട് ഉറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വറുത്തിടേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഉറ്റിച്ച് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ രാത്രിത്തേക്കുള്ള മമ്പയർ റെഡിയായി. ഒന്നും കൂടി വറ്റി വരാനുണ്ട് കേട്ടോ, ആ വെള്ളം ഒന്നും കൂടി വറ്റാനുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ നമ്മളെ മമ്പയർ രാത്രിത്തേക്കുള്ള സെറ്റായി. അപ്പോഴത്തേക്ക് അച്ഛനും മക്കൾക്കും 2 കഷ്ണം മീൻ പൊരിച്ചതും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നാളത്തേക്ക് വേണ്ടി ഞാൻ പൊരിക്കാൻ വേണ്ടി തേച്ച് വെച്ചതേന് കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ 2 കഷ്ണം എടുത്തിട്ട് അതും ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം ഇന്നത്തെ രാത്രിത്തെ കുക്കിംഗ് ഇതോടെ അവസാനിച്ച് ഇനിയിപ്പോൾ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ കൂടെ നാളത്തെ ദിവസം കുറച്ചും കൂടി ഈസി ആക്കി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീ പ്ലാനിങ്ങും അതുപോലെ തന്നെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോയിലെ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണും വരെ ബൈ.